ഹസീന ഹനീഫ് ഫ്രം തലശ്ശേരി. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒത്തൻറ്റിക് സ്റ്റൈലിലുള്ള മന്തി, ചിക്കൻ മന്തിയാണ്. ഇനി നമുക്ക് തുടങ്ങാം. ആദ്യമായി ഞാൻ ഇതിലേക്ക് മന്തിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുകയാണ്. ഞാൻ ഒരു 3.5 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതിനായി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ ബേ ലീവ്സ്, ഡ്രൈഡ് ലെമൺ 2 എണ്ണം, പിന്നെ ഗരം മസാല, അതായത് ജീരകം, കുരുമുളക്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് മാഗി ക്യൂബാണ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി തൊലി കളഞ്ഞതാണിത്. പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി ഇങ്ങനെ 4-5 പീസായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു തക്കാളി 4 മുറിച്ച് അതും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം ഒരു 4 പച്ചമുളക് മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരല്പം ഉപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, കാരണം മാഗി ക്യൂബിൽ ഉപ്പുണ്ട്. അത് കാരണം അത്ര ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കണം. ഇത് എല്ലാം മസാലകൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് പുരട്ടാനുള്ള മാരിനേറ്റിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. ഇത് പുതിന, മല്ലി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഉള്ളി, തക്കാളി എന്നിവ ചേർത്ത് അരച്ചതാണ്. അതിലേക്ക് ഞാൻ ഒരല്പം ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാല, ഒരല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർക്കുന്നുണ്ട്. ഈ ചിക്കൻ ഏകദേശം മുക്കാൽ വേവിലധികമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് തയ്യാറാക്കി വെച്ച മസാല പുരട്ടി ഇതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് അധികമായി എണ്ണയൊന്നും ചേർക്കുന്നില്ല. ആകെ 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് ചേർക്കുന്നത്. ഈ ഗ്രേവി ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുതിർത്ത് വെച്ച മസാല റൈസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മിക്സ് ആക്കി വെച്ച മസാല ചിക്കനിൽ നന്നായി പുരട്ടി വെക്കാം. അതിനുശേഷം ഇത് പാനിൽ ഗ്രിൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരല്പം ഗീ തടവി ഈ ചിക്കൻ ഗ്രിൽ ചെയ്തെടുക്കണം. റൈസ് ഏകദേശം നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഈ ഗ്രിൽ ചെയ്ത ചിക്കനും ഇതിൻ്റെ നന്നായി മസാലയും അതിലിട്ട് കൊടുക്കണം. കത്തിച്ച് വെച്ച ഈ ചാർക്കോൾ ഇതിലേക്ക് വെച്ച് ഈ 2-3 പച്ചമുളക് ഫ്ലേവറിന് വേണ്ടിയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിൽ ചേർത്ത് മൂടി ചാർക്കോൾ ഇട്ടതിന് ശേഷം നല്ല ഒരു കിച്ചൺ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും വലിയ മന്തി ഫാൻസ് അല്ല, പക്ഷേ ഇന്നറിയാം എന്താണ് ഇവിടെയും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒത്തൻറ്റിക്കിനെ
സ്വന്തം സ്വന്തം കുറച്ച് സിഗ്നേച്ചറും കൂടി എന്താ ചേർത്ത്. വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ വഴറ്റിയിട്ടൊക്കെയാണ് ചെയ്യാറ്. ഇത് മതി. അല്ല ഇത് മന്തിയാണ്, മന്തി. ചിക്കൻ ഓക്കേ. മന്തി. ചിക്കൻ മന്തി. എണ്ണയിൽ വഴറ്റിയിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. ചെയ്യാറില്ലല്ലോ പക്ഷെ അങ്ങനെ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെയാ ചെയ്യാൻ ഇതിപ്പോൾ ഞാൻ ഈ ചെയ്തത് വഴറ്റി ചെയ്യാൻ ആരാ പറഞ്ഞു തന്നെ? അല്ല, അത് ഹോൾ സ്പൈസസ് എല്ലാം ഞാൻ ഇങ്ങനെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അറിയില്ലല്ലോ, യൂട്യൂബിലും അതിലൊക്കെ നോക്കി അതിലങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. എണ്ണയിലൊക്കെ വഴറ്റിയൊക്കെ അറേബ്യൻ മന്തി എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ എല്ലാം ഇട്ടിട്ട് വഴറ്റിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം വെള്ളമാണ് വെക്കുന്നത്. അരിൻ്റെ കണക്കായിട്ട് ഫുൾ വെള്ളം വെക്കും. അതിന് ചിക്കൻ ഇടും. അതിന് ശേഷം ഹോൾ സ്പൈസസ് ഇടും. പിന്നെ ഒരു അര കിലോന് ഒരു തക്കാളി, ഒരു ഉള്ളി, ഒരു തുടം വെളുത്തുള്ളി ഇതെല്ലാം ഇടും. പിന്നെ കുരുമുളക്. കുറേ കാലം കൽക്കട്ടയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എത്ര വർഷം? ഒരു 14 വർഷം അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ തലശ്ശേരി. അപ്പോൾ ശരിക്കും പുറത്ത് ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ പോയിട്ടുണ്ടോ? എവിടെ? ദുബായ്, സൗദി. മക്കളൊക്കെ അവിടെ. അപ്പോൾ അവിടെ പോയിട്ട് അവരുടെ ഒറിജിനൽ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. സൗദി. അപ്പം അറിയാലോ ഉണ്ടാക്കുമ്പോൾ ആ വ്യത്യാസം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ. എനിക്ക് ഇപ്പോൾ ഇത് ഞാൻ സെല് ചെയ്യാറുണ്ടായിരുന്നു. ഈ കോവിഡിൻ്റെ ടൈമിൽ ഭയങ്കര ഡിമാൻഡായിരുന്നു. റെസ്റ്റോറൻറ്റിൽ ഒരു കൗണ്ടർ ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചത്. അതിനപ്പോൾ പേരിട്ടിരുന്നത് എന്തായിരുന്നു? ഹോട്ട് മന്തി എന്നാണ് പറഞ്ഞിരുന്നത്. ചിക്കൻ മന്തി, മട്ടൻ മന്തി, അങ്ങനെ മന്തി. അങ്ങനെ. പക്ഷേ ഇത് ചിക്കൻ എൻ്റെ ഒരു മസാലയിലാണ് ഞാൻ ചെയ്തത്. സീക്രട്ട് മസാല ഇന്ന് ഔട്ട്. പക്ഷെ ചിക്കൻ വെന്തതിന് ശേഷം ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് അതിൽ മസാല വരക്കി ഞാനിത് സാധാരണ ഓവനിൽ ഗ്രില്ല് ചെയ്യും. ഇന്ന് പാനിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഇന്ന് ആ സീക്രട്ട് റെസിപ്പി നമ്മുടെ പ്രേക്ഷകർ ഒരു കുഴിമന്തിൻ്റെ ആ ഒരു സ്മെല്ലിലാണ്. ഓക്കെ, മനസ്സിലായി. നോക്കാം. ചാർക്കോൾ ഉണ്ടോ ഇതിൽ? ചാർക്കോൾ ഉണ്ട്. ഓക്കെ. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്.